നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഉഴുന്നട പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ അരച്ചു വെച്ച മാവ് ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ അത് മുകളിൽ തന്നെ പൊങ്ങി കിടക്കണം. പക്ഷെ ഞാൻ അരച്ചെടുത്ത മാവ് ആദ്യം വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അതങ്ങ് താന്നു പോയി. സെയിം മാവ് തന്നെ ഒരു 4 മിനിറ്റിന് ശേഷം ഇട്ടപ്പോൾ നോക്കൂ, പൊങ്ങി കിടക്കണുണ്ടോ? പലതരം ചേരുവകൾ. ഉഴുന്നുവടയുടെ ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് കണ്ടു നോക്കട്ടെ. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും. മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സംശയം വേണ്ട, എപ്പോഴും എങ്ങനെയും ഏത് ഉഴുന്ന് വെച്ച് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കാനായിട്ട് പറ്റും. ഒരു സംശയം വേണ്ട, ഒരു ലൈക്കിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് വർത്തിട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം. നിങ്ങളത് ഉണ്ടാക്കി ബോധ്യപ്പെട്ട ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ റേഷൻ കടയിലെ കിട്ടിയിട്ടുള്ള സാധാ ഉഴുന്നുപരിപ്പാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് ഉഴുന്നുപരിപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലിറ്റ് ആയിട്ടുള്ളത് എടുക്കരുത്. അതെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകി വാരി അരച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് വെള്ളം കൂടുതലാവും. ഉഴുന്നുപരിപ്പിൽ എന്തെങ്കിലും കല്ലോ കരട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അരി ഉഴുന്ന് കടലയൊക്കെ പോലുള്ള ധാന്യങ്ങൾ കഴുകുമ്പോൾ എപ്പോഴും ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉഴുന്നുപരിപ്പ് ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ഉലുവയാണത്. ഇത് ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഉലുവ എടുത്തിട്ടുണ്ട്. അതുകൂടി നന്നായിട്ട് വാഷ് ചെയ്ത് ഉഴുന്നിൻ്റെ ഒപ്പം ഇട്ടെടുക്കുക. ഉഴുന്നുവടയ്ക്ക് നല്ലൊരു ഫ്ലേവറിനും പിന്നെ ഫെർമെൻ്റ് ആവാനായിട്ട് സഹായിക്കാനാണ് നമ്മൾ ഉലുവ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഉഴുന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഉഴുന്നിൻ്റെ 3 ഇരട്ടി വെള്ളം എങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ. അതിൽ കൂടിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുകൾ ഭാഗത്തുള്ള ഉഴുന്നിനൊക്കെ വെള്ളം കിട്ടാൻ തുടങ്ങിയാവും. ഇനി ഈ സമയത്ത് നിങ്ങളുടെ ഉഴുന്ന് തീരെ മോശമാണ്, ഒട്ടും ഫെർമെൻ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള സോഡാപ്പൊടി ഇട്ടെടുക്കാം. ഈ ഫെർമെൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ടെടുത്ത് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇതിൽ പിന്നെ സോഡാപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഇത് നമുക്ക് 4 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂർ പുറത്ത് തന്നെ വയ്ക്കുക. അതിനുശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ട്, ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നിർബന്ധമില്ല കേട്ടോ. ഇനി നിങ്ങൾ മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാർ ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ മാവും ചൂടാവും. അപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റായി വരില്ല, നമ്മുടെ ഉഴുന്നട നന്നായിട്ട് കിട്ടത്തില്ല. നമ്മുടെ ഉഴുന്ന് ഞാനിവിടെ 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉഴുന്നിൻ്റെ വെള്ളം പരമാവധി ഊറ്റിക്കളഞ്ഞ ശേഷം ഇട്ടെടുക്കാം. പിന്നെ അരഭാഗം മാത്രം ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്ന് അരയാൻ ബുദ്ധിമുട്ട് വരും. ഒരുപാട് നേരം നിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും മിക്സിയുടെ ജാർ ചൂടാവില്ലേ. ഉഴുന്നുവടയിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ഇട്ട് അരയ്ക്കാം കേട്ടോ. നമ്മൾ മാവുകൾ അരച്ച് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അതിൽ ഉപ്പിടാണ്ട് വെക്കുന്നതാണ് ഫെർമെൻ്റ് ആവാൻ കൂടുതൽ നല്ലതെന്നും ഉപ്പിട്ട് വയ്ക്കുന്നതാണ് നല്ലതെന്നും 2 അഭിപ്രായമുണ്ട്. ഇതിലേതാ ശരിയെന്ന് ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ വിചാരിച്ചിരുന്നത് ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ഫെർമെൻ്റ് ആവില്ല എന്നാണ്. വെള്ളപ്പത്തിൽ ഇഡലിയിലോ ദോശയിലൊന്നും വീട്ടിൽ ഉപ്പിട്ട് വയ്ക്കില്ല. ചൂടാൻ നേരത്തെ മാത്രമേ ഉപ്പിട്ടുള്ളൂ. ഉഴുന്നുവടയ്ക്കാണെങ്കിലും ഉപ്പിട്ട് ഫെർമെൻ്റ് ചെയ്യുമ്പോൾ ഒരു കയ്പ്പ് വരും, അത് ഇടാത്തതാണ് നല്ലതെന്നൊക്കെയാണ് പറയലായിരുന്നു. പക്ഷേ ഈ റെസിപ്പി ചെയ്തപ്പോൾ ഞാൻ ഉപ്പിട്ട് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 1.5 കപ്പ് ഉഴുന്നിന് ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ഇട്ട് അരയ്ക്കാം കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ബാച്ചിൽ പകുതി സവാള ഇടുന്നുള്ളൂ, രണ്ടാമത്തെ ബാച്ചിൽ ബാക്കി പകുതി കൂടി ഇട്ട് അരച്ചെടുക്കും. സവാള ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ഇട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നട നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ഉഴുന്നുവടയിൽ ഉപ്പും നല്ല ജീരകവും പിന്നെ സവാളയും പച്ചമുളകും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ ചേർക്കണോ അതൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ പച്ചമുളകിന് ഭയങ്കര എരിവാട്ടോ. ഭയങ്കര എരിവെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പുകച്ചിലുള്ള എരിവാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ. പകുതി ഞാൻ ഈ ബാച്ചിലും പകുതി അടുത്ത ബാച്ചിലായിട്ട് ഇടുന്നുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി മാത്രമേ ഈ ബാച്ചിൽ ഇട്ടിട്ടുള്ളൂ. പകുതി അടുത്ത ബാച്ചിലേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂട്ടത്തിൽ വേറെ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ ഇന്ന് പെട്ടെന്ന് അരിഞ്ഞിട്ടിക്കോളും. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ടുവരാം. നമുക്ക് ഒരുപാട് പേസ്റ്റ് ആയിട്ടൊന്നും അറിയണ്ട കേട്ടോ. ചെറിയ തരിയായിട്ട് അതിൽ വേണം. ഇതിലേക്ക് നമ്മൾ വേറെ പച്ചവെള്ളം ഒഴിക്കേണ്ട. അരി കുതിരാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചാൽ മതി. അതിന് നല്ല തണുപ്പും ഉണ്ടല്ലോ. ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടോ. ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിർത്തി അടിക്കുക. ഒരു 2-3-4 സെക്കൻഡ് കഴിയുമ്പോഴും മിക്സ് ഓഫ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിക്കുക. അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസ് ആവാതെ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടില്ല, ചെറിയ തരിതരായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സവാളയും പച്ചമുളകൊക്കെ ഇതുപോലെ അറിയുന്നത് ഇഷ്ടമല്ല, ഒന്ന് കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പകുതി സവാള ഇതിലോട്ട് അരച്ചെടുക്കുക. ബാക്കി പകുതി സവാള അരിഞ്ഞു വെക്കുക. അതുപോലെ പച്ചമുളകും അരിഞ്ഞു വെക്കുക. പച്ചമുളക് ഒട്ടയിലിരുണ്ട എന്നിട്ട് കംപ്ലീറ്റ് അരച്ച ശേഷം മിക്സ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം ഇട്ട് കൊടുക്കുക. വേപ്പിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് തീരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ അതൊക്കെ ഇട്ടുണ്ടാക്കലുണ്ട്. അങ്ങനെ അരിഞ്ഞിടുന്നത് എനിക്കിഷ്ടം. ഉഴുന്ന് ആദ്യത്തെ ബാച്ച് അരച്ചത് മുഴുവൻ ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ബാച്ച് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സവാളയും 1 ടീസ്പൂൺ നല്ല ജീരകം അരയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്താൽ മതി. പച്ചമുളക് സവാളയൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിടണമെന്നുള്ളവർ ഈ സമയത്ത് അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. മുഴുവൻ ഇട്ടെടുത്താൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വേപ്പില വേണമെങ്കിൽ വേപ്പില ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇത്രയും ഉഴുന്നുവടയ്ക്ക് 1.25 ടീസ്പൂൺ ഉപ്പാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണം. അപ്പോൾ നമുക്ക് ഈ മാവൊന്ന് ഇതിലേക്ക് ഇട്ട് വെക്കാം. എങ്ങനെയാണ് വരണതെന്ന്. വെള്ളത്തിൻ്റെ മുകളിലൊന്നും നമ്മുടെ മാവ് കാണാനേ ഇല്ല. ഇനി താഴെ പോയി നോക്കാം.
കണ്ടോ, നമ്മുടെ മാവ് ഇവിടെ ഏറ്റവും താഴെ വന്നിട്ട് സുഖമായിട്ട് കിടക്കണം. സാധാരണ നമ്മുടെ മിക്സിയിൽ ഒരു നേരത്തോളം മാവ് അരച്ചിട്ട് വെള്ളത്തിൽ പരീക്ഷിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും നിങ്ങൾക്കും ഇതുപോലെ മാവ് താഴെ വന്ന് കിടക്കാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ മാവ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എയർ കൂടി കിടക്കണം. നമ്മൾ ഗ്രൈൻഡറിലാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അരയണേൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാവിൻ്റെ അകത്തേക്ക് എയർ കൂടി കയറി നമ്മുടെ മാവ് ഡബിൾ ആവുകയും ചെയ്യും, വെള്ളത്തിലിടണമെങ്കിൽ അത് പൊങ്ങി കിടക്കുകയും ചെയ്യും. പക്ഷേ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അതിൽ അരയിൽ മാത്രമേ നടക്കുന്നുള്ളൂ, അതിൻ്റെ അകത്തേക്ക് എയർ കയറുന്നില്ല. അപ്പോൾ നമ്മൾ അരച്ചൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലിടുന്ന സമയത്ത് വെള്ളത്തിൽ പൊങ്ങി കിടക്കില്ല. അതുപോലെ തന്നെ മിക്സി ചൂടാകുമ്പോൾ മാവും ചൂടാവാൻ സാധ്യതയുണ്ട്, അത് വേവാനും കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ അവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവിനെ വെള്ളത്തിൽ പൊക്കി കിടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് എയർ കയറ്റണം. എയർ കയറ്റാനായിട്ട് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് നമ്മൾ കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വിസ്കും ഫോർക്കൊന്നും ഇവിടെ പറ്റത്തില്ല, നല്ല ബലമല്ലേ, അതുകൊണ്ട് കയ്യിൽ ഉപയോഗിച്ചൊന്നും ബീറ്റ് ചെയ്യൽ നടക്കത്തില്ല. ഇനി നമുക്ക് കൈകൊണ്ട് ഒട്ടും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും, ബീറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾ ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന സാധാ വിസ്കൻ ഉപയോഗിക്കാം, മറ്റേ പൊടിയൊക്കെ കുഴക്കുന്നത് എടുക്കണ്ട. അതുപോലെ ബീറ്റിൻ്റെ മുകളിൽ കൂടി മാവിൻ്റെ പാത്രം പൊതിഞ്ഞിട്ട് ഒരു തുണി ഇട്ട് കൊടുക്കാം, നല്ല വൃത്തിയുള്ള ഒരു തുണി, അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉഴുന്നുവടയെ നല്ല ക്രിസ്പി ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഈ മാവിലേക്ക് വരാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ മറന്നു ഇതാണ്, നിങ്ങൾ അതും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഞാനിവിടെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റവയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്താലും സെയിം ക്രിസ്പിനെസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പുട്ടിന് അപ്പത്തിനൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്ന വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബാറ്ററി മിക്സിയിൽ നിന്ന് ഉയർന്ന് അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇനി കംപ്ലീറ്റ് ഞാൻ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ബീറ്ററിലാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡബിളായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ കൈ കൊണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിളായി വരാനായിട്ട് 3-4 മിനിറ്റ് എടുക്കും. ഇപ്പം ഞാൻ 3-4 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്, ഇച്ചിരി കൂടി വൈറ്റ്നെസ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡബിളും ആയിട്ടുണ്ട്. ഇനി ഈ മാവിനെ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. കണ്ടില്ലേ, നേരത്തെ എത്ര സ്പീഡിലാണ് സെയിം മാവ് തന്നെ താഴത്തേക്ക് താന്നു പോയത്, പക്ഷേ ആ സമയത്ത് ഇപ്പം നന്നായിട്ട് പൊങ്ങി കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ മാവും കൊണ്ട് ഉഴുന്നോടെ തയ്യാറാക്കാം കേട്ടോ. നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടെ നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഇതിന് ഒന്നും കൂടി സ്പോഞ്ച് ചെയ്യാണ്ട് ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും കൂടി ഇതിനൊന്ന് അടച്ച് വെച്ച് പൊങ്ങാൻ അനുവദിക്കാം. ഇപ്പോഴത്തെ തണുപ്പായതുകൊണ്ട് 1 മണിക്കൂറിന് പകരം ഒരു 2 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. ഇനി നിങ്ങളുടെ ബാറ്റർ വല്ലാതെ ലൂസാണ്, ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഫെർമെൻറ്റും ആവും, മാവ് ഇച്ചിരി കട്ടിയുമാവും. ഞാൻ ഫ്രിഡ്ജിലല്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. തണുത്ത കാലാവസ്ഥയിലാണെങ്കിലും 2-2.5-3 മണിക്കൂർ കൂടുതൽ പുറത്ത് വെക്കേണ്ട കേട്ടോ, പൊടിച്ചു പോയാൽ കൊള്ളില്ല. ഇനി നമുക്ക് ഇതുകൊണ്ട് ഉഴുന്നട തയ്യാറാക്കാം. ഉഴുന്നട വറുത്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാവാനായിട്ട് വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. നമുക്ക് ഉഴുന്നട ഷേപ്പ് ആക്കാനായിട്ട് ആദ്യം തന്നെ 2 കൈയും നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കാം. വെള്ളത്തിൽ മുക്കിയ ശേഷം വല്ലാതെ ഒന്ന് കുടഞ്ഞു കളഞ്ഞാൽ മതി, വെള്ളം തുടച്ചൊന്നും കളയരുത് കേട്ടോ. നന്നായിട്ട് വെള്ളം തന്നെ കയ്യിൽ വേണം. നമ്മൾ വിചാരിക്കും ബാറ്ററിൽ ഇത്രയും തന്നെ വെള്ളം ഉടഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും കൂടി വെള്ളമായ ഒരുപാട് അങ്ങ് ലൂസായി പോയില്ലെന്ന്. പക്ഷേ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെള്ളം വേണം, അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും, ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞത് നമ്മുടെ പരിപ്പോടെയും കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ചെയ്യണേലും എളുപ്പമാണ്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം മീഡിയത്തിൽ ഇടാം കേട്ടോ. മീഡിയത്തിൽ ഫ്ലെയിം ഇട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ഉഴുന്നടയും പൊരിച്ചെടുക്കാം. പിന്നെ ഉഴുന്നട ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിലിൻ്റെ ഏറ്റവും അടുത്ത് കൊണ്ടുപോയിട്ട് പയ്യനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈമേക്കൊന്നും തിരക്കില്ല. നമ്മൾ ഉഴുന്നട ഇട്ടെടുത്തിട്ട് ഒട്ടും താഴത്തേക്ക് താന്നോയില്ല, മുകളിൽ തന്നെ പൊങ്ങി കിടക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നട നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നടയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഉഴുന്നടയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കട്ട്ലേറ്റിനും പരിപ്പടക്കൊക്കെ ഷേപ്പ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്, പക്ഷേ ഉഴുന്നടക്ക് ഷേപ്പ് കൊടുക്കുന്നത് നമ്മളല്ല. നമ്മൾ ജസ്റ്റ് ഒരു പോർഷൻ എടുത്ത് കയ്യിൽ ജസ്റ്റ് ബോളാക്കി നടക്കൊരു കുഴി ഉണ്ടാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ അതിൻ്റെ ആകൃതി എന്താ, പക്ഷേ ഓയിലാണ് അതിന് കറക്റ്റായിട്ടുള്ള ഷേപ്പും ഭംഗിയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് മുങ്ങി കിടന്ന് അത് മരിയണം. അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന ചട്ടി ഇച്ചിരി ഉള്ളിലേക്ക് കുഴിഞ്ഞതായിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. എന്നോടെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ, അപ്പോൾ ഒട്ടി പിടിക്കും. ഇത് മരിയുന്ന സമയം കൊണ്ട് ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കാം. 2 കൈയും നന്നായിട്ടൊന്ന് നനയ്ക്കുക, എന്നിട്ട് ഒരു പോർഷൻ അങ്ങനെ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ബോളാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു വിരലും കൊണ്ട് നടുക്കൊരു തുള ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ പറ്റും. നമ്മുടെ ചട്ടിയിൽ കുറച്ച് സ്ഥലം ഇപ്പോൾ പറ്റിയതിടാനുള്ള സ്ഥലമായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓരോ സൈഡ് ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് പറിച്ചൊക്കെ ഇട്ട് ഈ കളറായി കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. ഇത് ഇരുന്ന് ഇഞ്ഞൊന്ന് കറക്റ്റ് കളറായി വരും. ഒരുപാട് അങ്ങ് കളറായിട്ട് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൽ കിടക്കുന്ന 3 ഉഴുന്നട റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉഴുന്നട ഒട്ടും ഷേപ്പ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, അത് വെള്ളത്തിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക, എന്നിട്ട് മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഉഴുന്നടയുടെ ഷേപ്പിൽ ഇരിക്കുന്നില്ല എന്നുള്ളൂ, ബാക്കി അകത്തെ സ്ട്രക്ചറും ടേസ്റ്റൊക്കെ സെയിം തന്നെയല്ലേ, സെയിം മാവല്ലേ. ഇപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്, വളരെ സോഫ്റ്റ് ആണ്, നല്ല ക്രിസ്പി ആട്ടോ. ഇതിൻ്റെ ക്രിസ്പിനെസ് എനിക്ക് നിങ്ങൾ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാരണം കേൾപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുള്ളതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഒരു പുതിയ ചാനലാണ്, നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടുകളാണ് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോസുകൾ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചതിലും വേഗത്തിലാണ് എൻ്റെ ചാനൽ വളരുന്നത്. ഇപ്പോൾ വ്യൂസും മറ്റേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ വിചാരിച്ചതിനേലും കൂടുതലായിട്ട് ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്